എന്താടാ നിന്റെ വണ്ടി ഇവിടെ ഒന്ന് തിരിഞ്ഞു പോകത്തേള്ള അടുക്കള ഭാഗത്തേക്ക് വരത്തില്ലേ? അല്ല ഈ വണ്ടി ഹൈവേ റൂട്ടാ. എങ്ങോട്ടാ രാവിലെ ബാഗ് തൂക്കി? അല്ല അടുത്ത ആഴ്ച എനിക്കൊരു ഡാൻസിന്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ എന്റെ പ്രാക്ടീസിന് പോയേ. എപ്പോഴാ പോയിട്ട് വരണേ? ഒരു ഉച്ചയാകുമ്പോഴേക്കും വരാം. അല്ല അച്ഛനെവിടെ? അച്ഛൻ ആ മിന്നുവിന് ലോക്കൽ ഗാർഡിയനാവാൻ പോയിരിക്കുക. മിന്നു അതാരാ? എടാ വനജക്കുഞ്ഞമ്മയുടെ മോളില്ലേ അച്ഛന്റെ, നിന്റെ അപ്പച്ചി മിന്നു. ആ എടി നമ്മള് നേരത്തെ ഇങ്ങനെ കല്യാണത്തിന് പോയപ്പോ നമ്മള് കണ്ടല്ലേ? നീ സംസാരിച്ചുള്ളതല്ലേ? ആ ഞാൻ സംസാരിച്ചിടക്കുണ്ട്. അത് തന്നെ. അമ്മ ഞാൻ പോയിട്ട് വരാം. അപ്പൊ കഴിക്കാൻ വന്നോണ്ടാ? ഇല്ല, ഒന്നും ഉണ്ടാക്കണില്ല. ഇതാണ് വീട്. നീണ്ട വീട് കേട്ടാ. ഒരുപാട് തൂണുകളും ഉണ്ട്. രണ്ടിടത്തും പുല്ല്. പിള്ളേർക്ക് ഓടിക്കളിക്കാൻ പറ്റിയ സ്ഥലം. ഓ ഇവിടെ ആര് കല്ല കൊണ്ട് വെക്കണ എന്നാ? ആരെങ്കിലും ഉണ്ട് അവിടെ? എല്ലാരും ഉണ്ട്. വാ കളിയാക്കോ? പിന്നെ കളിയാക്കണം. വാ നീലുവേ. നീലു ദാ നിന്റെ നാത്തൂന് വന്നു. ആഹാ മിന്നു ചേച്ചി എന്നെ മനസ്സിലായോ? ചേച്ചി ബുമ്മണിയായി പോയിട്ടോ. വെളുത്ത് ഇപ്പഴെന്നെ കൊള്ളാം. സത്യം പറഞ്ഞ സുന്ദരിയായി. അച്ഛൻ വന്നില്ലേ? അച്ഛൻ പറഞ്ഞ എന്തിന്? എന്താ ചേട്ടയുള്ളപ്പോ പിന്നെ എന്തിനാ അച്ഛൻ പറഞ്ഞേ? കേശു ശിവൻ എന്നെ അറിയാമോ? ആരാ? കണ്ണ് ഏകദേശം അറിയാം. ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇതാരാ ചേച്ചി? ചുള്ളി കമ്പൂലിരിക്കണ. ഇതിനെന്ത് തിന്നാനൊന്നും കുടിക്കാനൊന്നും കൊടുക്കൂലേ? എന്ത് ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നേ? ചേച്ചി എനിക്ക് വിശക്കുന്നു ചേച്ചി. അയ്യോ ദോശ എടുക്കട്ടെ അവളെ? ചേച്ചി ദോശ വേണം. എനിക്ക് ദോശ ഇഷ്ടമില്ല. ഇഡ്ഡലി ഉണ്ടോ? അയ്യോ ഇഡ്ഡലിയാണുള്ളത്. ദോശ. ദോശയാണ് ഇഷ്ടം. എത്ര കഴിക്കുന്ന ചുട്ടിട്ട് കൊടുത്ത. ആ ഒരു കാര്യം പറഞ്ഞു. ചോക്ലേറ്റ് ചുമ്മ പണ്ടേ എങ്ങനെ കേട്ടാ? ചുമ്മാ കടിയെ പോലെ ഞാൻ ചോക്ലേറ്റ് ഒക്കെ ഞാൻ വാങ്ങി കൊടുക്കാം കേട്ടാ. കഴിക്കാമേ. സോറി ഞാൻ വാങ്ങി കൊടുക്കാം. നീ നിന്റെ പേരിൽ ഞാൻ വാങ്ങി കൊടുക്കാം. സോറി കേട്ടോ. ഇങ്ങനെ ഇരിക്കണേ. അവള് ചില സമയത്ത് അങ്ങനെയാ. മോള് കുളിക്കണില്ലേ? കഴിച്ചിട്ട് കുളിക്കാം. അല്ല സോറി കുളിച്ചിട്ട് കഴിക്കാം. അപ്പച്ചി അപ്പച്ചി ഇവിടുന്ന് കുളിച്ചിട്ട് വാ. അപ്പഴേ ഞങ്ങൾ കളിച്ചിട്ട് വരാം. കളിക്കാൻ? അപ്പൊ ഞാനും വരാം കളിക്കാൻ. കളിക്കാം. നീ വാ. ഞാൻ വരുന്നില്ല. വാ ചേച്ചി. ഞാൻ വരുന്നില്ല. നീ പോടേക്കാ. അയ്യോ എന്താ ചേച്ചി അവളിങ്ങനെ ആയി പോയേ? ചില സമയത്ത് അങ്ങനെയാ. പോവാ. വലിയേട്ടനെ കളിക്കാൻ പോവാ. ഞാൻ പോടിയെടുത്തു. ഞാൻ കളിക്കാന്ന് പറഞ്ഞില്ല. ഓ നമ്മളുടെ കളിക്കുന്ന ആളാണേ ഈ നിക്കണ ചാട കാണിക്കുന്ന ഒരാള്. അടിയാ ചുമ്മാ അത് പിള്ളേരെ വിളിക്കുമ്പോ ഞാൻ പോകും കളിക്കാം. പോടുന്നു. എന്റെ അമ്മ സത്യമായിട്ടും നമ്മളെ വിളിച്ചു വരുത്തി നമ്മളോട് കളിക്കാൻ പറഞ്ഞ ആളാണ്. കളിക്കുകയും ചെയ്യും കൂടെ. നീ പോയി കളി പോ. വാ വലിയേട്ടാ. നീ പോയി കളി പോ. അപ്പൊ കളിച്ചിട്ട് കുളിച്ചിട്ട് കഴിക്കാം അല്ലേ? നല്ല ഫുഡ് ഉണ്ടാക്കി വെക്കണേ. നല്ല ഫുഡ് ഉണ്ടാക്കി വെക്കണേന്ന് ബാലു. വയസ്സ് 20 എന്നിട്ടും കുട്ടികളി ഇതുവരെ മാറിയിട്ടില്ല. അത് പിന്നെ 40-48 വയസ്സായ ചില ആൾക്കാർക്ക് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. പിന്നാണ് 20 വയസ്സായ അവള്. ഇതാണാ? ഇതൊന്നും വീഴുന്നില്ല. മതിയോ? ശിവ അപ്പച്ചി ഇതാര്? അച്ഛന്റെ കുഞ്ഞമ്മയുടെ മോളാ. നെയ്യാറ്റിൻകരയെന്ന് വന്നു. അച്ഛന്റെ കുഞ്ഞമ്മയുടെ മോള് നെയ്യാറ്റിൻകരയിൽ മരഞ്ചാടി ഇങ്ങ് വന്നാ. ഇറങ്ങ്. ഇതാണോ കേശു? ഇത് മാമൻ കുട്ടുമാമൻ. എന്തായാലും കേറി. ഇനി 2 മാങ്ങ പറിച്ചിട്ട് ഇറങ്ങാം. മാങ്ങയൊന്നും പറിക്കണ്ട. ഇറങ്ങ്. കുട്ടുമാമൻ ഒരു മാങ്ങ. അയ്യോ അതെ എനിക്ക് ഇറങ്ങണം. ഇറങ്ങണം. എങ്ങനെ ഇറങ്ങും? കേറിയത് എങ്ങനെ? അതുപോലെ ഇറങ്ങണം. മാങ്ങ കണ്ടപ്പോ എന്റെ ആവശ്യത്തിന് കേറിയതാ. അയ്യോ എനിക്ക് ഇറങ്ങണം. ഒരു കാര്യം ചെയ്യണ്ട. തലേ ചവിട്ടി ഇറങ്ങണം. ഇങ്ങോട്ട് ഇവിടെ നെയ്യാറ്റിൻകര നിന്റെ തന്ത വിളിച്ചോണ്ടാ തലേ ചവിട്ടി ഇറങ്ങാൻ വേണ്ടി. പ്ലീസ്. അയ്യോ പോവല്ലേ, എനിക്ക് ഇറങ്ങണം. അവിടെ കല്ല് വീഴുന്നെങ്കിൽ ചിലപ്പോ കല്ല്. ഇവിടെ ഇല്ല, ഞാൻ ഇവിടെ ഇല്ല. ഇങ്ങനെ പിടിച്ചോളാം. വെച്ചിട്ടുണ്ട്. വേണ്ട വേണ്ട,
എന്റെ കാലിന് പിടിച്ച് വലിക്കില്ല. കാലിൽ പിടിച്ചാലും വലിക്കണില്ല, ചാടിയാ മതി അങ്ങോട്ട്. ഞാൻ ഇറങ്ങിക്കോളാം. വീഴുന്നില്ലേ? ഇതാ വീഴും. വീഴും. അയ്യോ പെമ്പിള്ളാരായ നിലത്ത് വീങ്ങണം. ഒരുപാട് പൊങ്ങി ചാടിയാ തലയും കുത്തി താഴെ വീഴും. എന്താടാ എന്താടാ ആ പെണ്ണ് ആ മാവിന്റെ മേളിൽ കയറിക്കണ്. ആര് അളിയന്റെ വനജ കുഞ്ഞമ്മേരെ മോളാ മരുമോളാ അങ്ങോട്ടാ. ആര് മിന്നുവാ? മിന്നുവാ മിന്നല. എന്തു പറ്റി മോളെ? മാവിന്ന് ചാണകം പിടിച്ചോളാന്ന് പറഞ്ഞ് എന്നിട്ട് ഓടിക്കളഞ്ഞ്. എന്റെ തുണി നോക്കി എല്ലാം പോയി കയ്യില്ല. അയ്യോ പാവം. എന്താടാ ഇത്? വാ നമുക്ക് ദോശ ഇട്ടുതരാം. ദോശ ചുട്ടില്ലേ? ദോശ ചൂടാണ്, ഇപ്പൊ തരാം. ആ ചുട്ടുപടി ചേച്ചി, കുറച്ച് കുപ്പിപ്പാലം കൂടെ അണ്ണാക്കിൽ തെരുവ് കൂട്. നോക്കി ഇയാള് പറയണത്. ഇയാൾ അങ്ങനെ വിളിക്കല്ലേ? എത്ര വയസ്സിന് മൂത്താണ്? ചേട്ടൻ വിളിക്കണം കേട്ടോ. ഓ ചേട്ടാന്ന് വിളിച്ചുവിട്ടാനും മതി. വിളിക്കാൻ തോന്നണ്ടേ ചേച്ചി? നോക്കി കൊഞ്ഞനും കാട്ടണ്. ശ്രീ കൊഞ്ഞനെ കേട്ടോ. ആ മോളെ ദോശ കഴിച്ചാ? വലിയേട്ടന്റെ ആളി എന്നെ മാവിന്ന് തള്ളിയിട്ട് എന്റെ കൈ അത്രയും പോയി. നോക്ക് ഡേയ് ആ കൊച്ചു വന്ന് കയറി അതിനിടയ്ക്ക് തുടങ്ങിയാണ് അതിന്റെ ഉപദ്രവം. ഇവിടെ എത്ര ദിവസം കാണും? ആ ഇവിടെ 2-3 ദിവസം ഇവിടെ കാണും. അപ്പൊ റെഡിയാക്കി എടുക്കാം. നല്ല ദോശ. അപ്പൊ റെഡിയാക്കി എടുക്കാം. മോളെ നീ പോകുന്നവരെ ഇവന്റെ മുഖത്ത് നോക്കുക, ഇവന്റെ മിണ്ടരെ ചെയ്ത് കേട്ടാ. ഇതിന്റെ മുഖത്ത് ആരാ വലിയേട്ടൻ നോക്കണത്? കഴിച്ചിട്ട് അങ്ങ് വാ, ഞാൻ അപ്പുറത്ത് കാണും കേട്ടാ. കൈയിടണില്ലേ? കഴുകാൻ ചേച്ചി, ഞാൻ ഇപ്പൊ അവിടെ കഴുകിട്ട് വന്നതേ ഉള്ളൂ. കൈ ഭയങ്കര വേദന. വരുത്തണോ? അയ്യോ ഇപ്പൊ എന്നെ കൊണ്ട് ഓടിക്കളഞ്ഞു ചേച്ചി. മകളെ നീ ഓടിക്കളഞ്ഞാടാ. കുട്ടുവാൻ വന്ന് കമ്പെടുത്തപ്പോ എന്ന് പറഞ്ഞ് നീ ഓടും. നിനക്ക് നീയില്ലേ പറഞ്ഞ നിനക്ക് മാങ്ങ വേണോന്ന്? കഴി ആ കാന്താരി ഓടിക്കളഞ്ഞു. ചേച്ചി ചേച്ചി മുളക് പൊടി ഉണ്ടോ ചേച്ചി? എന്തിനാണ്? അവന്റെ കണ്ണി തയ്യേ. ആ അതായിരിക്കല്ലേ. ഉപ്പുണ്ടോ ചേച്ചി? ഒരു ഉപ്പ് എടുത്തോളൂ. വിളഞ്ഞ മാങ്ങടാ. വിളഞ്ഞ മാങ്ങ അവിടെ ഇരിക്കണം. ആളെ എടുത്തിട്ട് വന്നല്ലേ. അവിടെ ഇരിക്കണം. എവിടെ ഇരിക്കണ്? അപ്പുറത്ത്. ആ മേശപ്പുറത്ത് ഇരിക്കണം. അവൻ മുളകോടി കണ്ടിട്ട് മിന്നുവപ്പിച്ച് നല്ല ഫുഡിങ് ആന്നാ തോന്നുന്നേ. എനിക്ക് ഭാര്യയാവും. അതിനൊരു സംശയമില്ല. പണ്ട് കല്യാണത്തിന് പോയപ്പോ ഞാൻ കണ്ട് സംസാരിച്ചില്ലേ, അപ്പോഴേ എനിക്ക് പിടിച്ചിട്ടില്ല. ആള് പാവാ, പക്ഷേ ഫുഡിങ് മാത്രമേ ഉള്ളൂ കുഴപ്പം. ചുരുക്കം പറഞ്ഞ കേശു, നിന്റെ അന്നം മുട്ടിയടാ. നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കണാ? വാ നമുക്ക് പുറത്തോട്ടൊക്കെ പോവാം. എങ്ങോട്ട്? അവിടെ പുറത്തോട്ട്. അങ്ങോട്ട് ചുറ്റി കറങ്ങിട്ടൊക്കെ വരാം. വാ. അപ്പച്ചി പോയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. വാടാ കേശു. അവൻ എവിടെ വിളിച്ചോണ്ട് പോണ്? കിഴക്കേ കോട്ടയില്. ഓ അങ്ങനെ. നമുക്കൊരു സ്ഥലം വരെ പോണം. എവിടാ അമ്മ? അതൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോ എങ്ങോട്ട് പോണ്? അവനെ കളിക്കാൻ വേണ്ടി പുറത്തേക്ക് വിളിച്ചോണ്ട് പോയി. അവിടെ ഇരിക്കും പറയട്ടെ. ഇരിയപ്പച്ചി. ഞാൻ ഇരിക്കാം. ഇരി. വലിയേട്ടാ, നീ എന്തിനാണ് ചിരിക്കണത്? വലിയേട്ടാ, അയാൾ വീണ്ടും എന്നെ തള്ളിയിട്ടു. വലിയേട്ടാ ഒരാൾ വീഴുന്ന ചിരിക്കോ? ഭയങ്കര ചിരി നിങ്ങളെ മോളിൽ ഇരുന്നോണ്ട് ഓടിക്കളഞ്ഞ്. പിള്ളേരുകൾ ഇതിന് മാറില്ലല്ലേ. ഉച്ചക്കെറുക്കൈ ഞാൻ ശ്രീകുട്ടാ ശ്രീകുട്ടാ എവിടെ പോവാ? എവിടെടി ആ കുട്ടമ്പിള്ളക്ക് വേണ്ടാതോ? എടി 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 അവന് വയസ്സ് എത്രയായി? എത്ര വയസ്സാവന്? എന്തിനാ? അവൻ എന്റെ കൈ കിട്ടണ്ടല്ലോ. ശരിയായി കളഞ്ഞേ.
എന്റെ കയ്യിൽ കിട്ടിയാലും മതി. വലിയ ചേച്ചി, ഞാൻ മൂടിട്ടിച്ചാ വീണത്. ഞാൻ കല്യാണം കഴിക്കാനുള്ള ഒരു പ്രായം ഉയർത്തിയ കുട്ടിയല്ലേ. എന്റെ നട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാ എന്റെ ഭാവി എന്താവും? നിന്റെ ഭാവിയെ വായിച്ച് കരുത്തര കേട്ടാ കൊച്ചിനെ തള്ളിയിടിച്ച് കൂട്ട് മല്ലിയണ്ണ രണ്ടെണ്ണ. ശ്രീകുട്ടൻ നിനക്ക് എന്താ? ചേച്ചി ഞാൻ ഒന്നും ചെയ്തില്ല. എനിക്കിരിക്കാൻ വേണ്ടി ഞാൻ കസേര നീക്കിയിട്ട് അതിലിരിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോഴത്തേക്ക് ഇവിടെ അതിൽ കയറി ഇരിക്കാൻ വേണ്ടി പോയപ്പോ അങ്ങനെ വീണ്. അത്രേ സംഭവിച്ചോളൂ. കൊള്ളാം, പേരും കൊള്ളാം കൊള്ളാം. ചേച്ചി, ചേച്ചിക്ക് എങ്ങനെ കിട്ടി ചേച്ചി ഇങ്ങനെ ഒരു അനിയനെ? അതാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടി കിട്ടാത്തത്. വാ എടിക്ക്. വിട് വിട് വിട്. ഡേ ഞാൻ ഒരു കാര്യം പറയാം. നിനക്ക് ഉപദ്രവിച്ച് കളിക്കണമെങ്കിൽ ആദ്യം നീ ഒരു പെണ്ണ് കെട്ട്, എന്നിട്ട് നീ അവളെ ഉപദ്രവിക്കും. അപ്പൊ അറിയാൻ വിവരം. അപ്പോൾ പെണ്ണ് കെട്ടിയില്ലേ? ഇല്ല. ആ വെറുതെ എത്ര ഇളക്കം. ഇളക്കോ? ആർക്കിളക്കം? അളിയാ വിളിച്ചോണ്ട് പോ. വല്യണ്ണ, നമ്മളവിടെ ഒരു പപ്പടം വിൽക്കാൻ വേണ്ടി ഒരു മാമി വരുമല്ല. അമ്മമ്മയുടെ പേരെന്തുവാ? അമ്മമ്മയുടെ മോളുണ്ടല്ലോ ഒരാള്, മായ മായ മായ. ആ മായ കല്യാണം രണ്ടാമത് കല്യാണം കഴിഞ്ഞ് ഉപേക്ഷിച്ച് മൂന്നാമത് കല്യാണം കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. നമുക്ക് അവളെ കൊണ്ടൊന്ന് കെട്ടിച്ചാലാ? കയറി കയറി എവിടെ പറഞ്ഞത്? മര്യാദ നോക്കിയപ്പോ ശരിയായി കളയും. നോക്കിയോ? പിന്നെ നിനക്ക് ശരിയാക്കാനാണ് ഞാൻ അവളെ എവിടെ വിളിച്ചോണ്ട് നിർത്തിക്കുന്നത്. പോടാ പോയേ കല്യാണം കഴിക്കാം. കണ്ട 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 ഒരു പ്രശ്നം വന്നപ്പോ ചേച്ചി അനീതിപക്ഷത്തായി. എന്റെ അമ്മ വന്ന നീ ഇവിടെ നില്ലേ? നീ പോ. ഞാൻ ഇവിടെ ഇറങ്ങി പോകാൻ വേണ്ടിട്ട് കല്യാണം കഴി. വിളിച്ചോണ്ട് പോ ആണ് നല്ലത്. ഹലോ അച്ഛാ, അച്ഛാ ഞാൻ ഇവിടെ ഉണ്ട്. ചേച്ചി അടുക്കള നിൽക്കണം അച്ഛാ. ആര്? അളിയനാ? ആ അളിയ ഇവിടെ ഉണ്ട് അച്ഛാ, കൊടുക്കാം. അടുത്ത ഹലോ മാമ. ആ പറയാം മാമ. ആ കൊണ്ടുവരാം. ശരിയാ മാമ. ആ നീലിനടുത്ത് പറയാം. ഓ ശരി. എന്ത് നീ ഇതിന് ഫോൺ എൻ്റെ തന്നത്? നിനക്ക് സംസാരിച്ചൂടെ? ഞാൻ പേടിച്ചു. അളിയനെ വേണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോ പിന്നെ അച്ഛൻ അന്ന് സംസാരിക്കാത്ര കുഴപ്പമെന്ത്? ഒരുമാതിരി ഇവിടെ അങ്ങോട്ട് ഒരുമാതിരി പേടിച്ചു പോയി. പേടിക്കൊന്നുമില്ല. പടം അവിടെ ഞാൻ പേടിക്കുന്നത്. ആരെ പേടിക്കാൻ? എന്താടാ എന്തോന്ന് പറഞ്ഞു? നീലുവിനും പിള്ളേരെ കൊണ്ട് വീട്ടിൽ ചെന്ന് ഒരു മാസം നിൽക്കാൻ. അച്ഛനാണ് വിളിച്ചത്. നിന്നെ വിളിച്ചിട്ട് നീ എന്ത് ഫോൺ എടുക്കാത്ത? അയ്യോ ഞാൻ കേട്ടില്ല, അപ്പുറത്തിരിക്കായിരുന്നു ഫോൺ. അച്ഛനെ പറഞ്ഞെങ്കിൽ പോണോട്ടോ ബാലു. നിങ്ങൾ എല്ലാവരും കൂടെ പോയാൽ മതി, ഞാൻ വരണില്ല. അപ്പൊ അച്ഛൻ വിളിച്ചപ്പോ അളിയൊന്നും അങ്ങനെ പറഞ്ഞില്ലല്ലോ. അതങ്ങനെ അച്ഛൻ ഉറവറത്തെ സൗണ്ട് ഉണ്ടല്ലോ. ഞാൻ പേടിച്ചു പോയി. ഞാൻ വരാമെന്ന് പറഞ്ഞു. ആ അച്ഛനോട് പറഞ്ഞെങ്കിൽ പോണം. ഞാൻ വരില്ല, നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞില്ലേടി. അപ്പൊ നിങ്ങൾ എവിടെ പോണത്? ഞാൻ എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലൊക്കെ പോയി കുറച്ച് കറങ്ങിട്ട്. ആ അങ്ങനെ ഇപ്പൊ ഒറ്റയ്ക്ക് ഊരണ്ടണ്ട. എവിടെ പോയി തെണ്ടിയാലും നിന്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ എന്നെ കിട്ടൂല. നീ സ്വപ്നം കാണണ്ട. അളിയ ഓന്തിന്റെ സ്വഭാവമായി പോയല്ളിയ. ഓന്തിന്റെ സ്വഭാവമായി പോയല്ലോ. എടി അവനെ ഇപ്പൊ എന്റെ മുഖത്തേക്ക് തെറിയേക്കാൾ ഭയങ്കരമായ വാക്കുകളാണ് ഉപയോഗിക്കണേ. കിണിക്കാടാ പടാ. എങ്ങനെ പറയാതിരിക്കും? അടുത്ത ആഴ്ച 80 സെന്റ് എഴുതരാൻ പറഞ്ഞ അങ്ങോട്ട്. 80 സെന്റ്? എഴുതി. നീ ആരാടാ 80 സെന്റിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കണത്? അപ്പൊ നിങ്ങൾക്ക് 80 സെന്റ്. ഹായ് വിഷ്ണു. എവിടെ പോയിരുന്നേ? ഞാൻ ഡാൻസ് പ്രാക്ടീസിന് പോയി. അങ്ങോട്ട് മാറിയില്ല വേണ. അപ്പൊ 80 സെന്റ് വേണ്ട. 80 സെന്റ് വേണ്ട. അയ്യോ വണ്ടിയും പോവൂല, വള്ളവും പോവൂല. 80 സെന്റ് തലം പോടാ. ചേച്ചി പറഞ്ഞ കേട്ടല്ല, എനിക്ക് സമാധാനമായി. പിന്നെ ചിലപ്പോ ഞാൻ സ്ഥലം വിൽക്കേ, ഞാൻ അവിടെ തന്നെ വീട് വെക്കേ ചെയ്യും. കേട്ടല്ല? നീ വീട് വെക്കേ സ്ഥലം വിൽക്കേ എന്തുവേണ ചെയ്തോ. വീടിന്റെ മുൻവശത്തുള്ള 3 ഏക്കർ ഉണ്ടല്ലേ, അതെന്റെ പേര് എഴുതി തന്നാ. സ്ഥലം എവിടെ എണ്ണ കിടക്കണേ? കല്ലൂർ സ്റ്റേഡിയത്തിന്റെ അകത്ത്. അപ്പൊ അവിടെ ഇതുണ്ടോ? എന്തുണ്ടോന്ന് അവിടെ മാറിയില്ല വേണം അങ്ങോട്ട്. എന്റെ പൊന്നളിയ, അച്ഛന്റെ അടുത്ത് അളിയന്റെ ഈ താളങ്ങളൊന്നും നടക്കൂല. ഞാൻ പറയണത് പോലെ കേട്ടാ അച്ഛൻ അവിടെ വസ്തു എഴുതി തരും. അളിയന് വീട് വെക്കാനും പറ്റും, വീട് വെക്കാനുള്ള പൈസയും തരും. നീ ഇത് പണയാൻ തുടങ്ങിയിട്ട് കുറെ നാളായല്ലടാ. പോടാ പോ. ഇതൊക്കെ ചുമ്മയാണ്. അണ്ണ ഇതൊന്നും വിശ്വസിക്കരുത് കേട്ടല്ല. ചേച്ചി നീ അങ്ങോട്ട് അടുക്കളയിലോട്ട് വാ. ഇവിടെ നിന്ന് ഞാൻ ആരെങ്കിലും ഒക്കെ കൊല്ലും. കണ്ട ഇത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. അണ്ണ ചോദിരണ്ണ. ബാലു ഇങ്ങോട്ട് വന്നേ. ഒന്നല്ലേ
അച്ഛൻ നിങ്ങളുടെ അടുത്ത് ചെല്ലാൻ പറഞ്ഞത് ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നത്. പിന്നെ അച്ഛൻ നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ, അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ചെല്ലാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. അണ്ണാ ഇത് ചുമ്മാ ഇത് എന്തോ കള്ളത്തിലുണ്ട്. പോവല്ലെന്ന് പറഞ്ഞ പോവല്ല്. കണ്ട 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 കണ്ണ് കണ്ട പടപട അടയണ അണ്ണാ. നോക്കണ്ണ നോക്ക് നോക്ക് കണ്ണ് പടപട അടയാണ്. എവിടെ അടഞ്ഞു കണ്ണ് പടപട? കണ്ട കണ്ട അണ്ണാ കണ്ട മനസ്സിലായില്ലേ? മിനു നീ മര്യാദ ഉണ്ടായി. അതെ, എനിക്ക് അവിടെ വരണോണ്ട് യാതൊരു വിഷമവും ഇല്ല. പക്ഷെ ഒരു മാസമൊക്കെ നിൽക്കാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റൂല. അണ്ണാ അവധിയല്ലേ അണ്ണാ, കൊണ്ടുപോവരെയൊക്കെ. എനിക്കും അവധിയാണെങ്കിൽ ഞാനും കൂടെ വരാം. ബാലു പോയിട്ട് വരാൻ ബാലു, ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. അമ്മയും കൂടി വിളിച്ചതാണ്. അപ്പൊ അമ്മ മരിച്ചില്ലായിരുന്നാ? അയ്യോ, അപ്പൊ ഞാൻ വിചാരിച്ചേ അമ്മ മരിച്ചു പോയിക്കൊണ്ട്. എപ്പോഴും അച്ഛന്റെ കാര്യമല്ലേ പറയണത്, അതുകൊണ്ട് ഞാൻ വിചാരിച്ച അമ്മ മരിച്ചു പോയി കാണുമെന്ന്. സോറി ചേച്ചി. അങ്ങോട്ട് മാറില്ല, വേണം അങ്ങോട്ട്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ പെണ്ണിന് എവിടെയെങ്കിലും ഉണ്ടാക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കണ്ട ചേച്ചി കണ്ട എന്നെ തള്ളിയത് കണ്ട കണ്ട അണ്ണ കണ്ട മിണ്ടായി വായി വെച്ചോ. യാ സമയം നാക്ക് വായി കിടക്കൂല, അടിച്ചോണ്ടിരിക്കുക. ഞാൻ വന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം. അപ്പച്ചി കരയണ്ട അപ്പച്ചി, അച്ഛൻ അറിയാതെ ദേഷ്യം കാണിച്ചതാ. അച്ഛൻ അപ്പച്ചിയോട് ദേഷ്യമൊന്നുമില്ല. അച്ഛൻ ആരോടും ദേഷ്യമില്ല. അച്ഛൻ അഭിനയിക്കുന്നതാണ് ദേഷ്യം. എനിക്ക് പോയും പിള്ളേരെ ഞാൻ ഒന്ന് കരയിട്ട്. ശിവനെ വാടി. അയ്യോ അതെ എണിച്ചോയി മുഖം കഴുകുക. അപ്പച്ചിയുടെ നാവ് നെറിയല്ലാത്തോണ്ടാ അച്ഛനെ എന്ത് ചീത്തയൊക്കെ കേട്ടെ. നിനക്കതാണ് എൻ്റെ അടുത്ത് ഇത്ര ദേഷ്യം? ഞാൻ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. നിനക്ക് ഇത്ര ദേഷ്യം തോന്നുന്നു? നിന്റെ കല്യാണം ഞാൻ മുടക്കിയാടി. എന്തൊക്കെ വിളിച്ച് പറയണേ? സംസാരം കേട്ട അപ്പ പറയും അളിയന്റെ കുടുംബത്തിലുള്ളതാണെന്ന്. എന്താ കാണിയാണ്? കൊച്ചിന്റെ കൈ പിടിച്ചിരിക്കണ നീ കൊള്ളാലോ. ആ കൊച്ചിന്റെ കൈ പിടിച്ചിരിക്കുകയാണ് അവള്. പ്രായം നോക്കാ വല്ലതും വിളിച്ച് പറഞ്ഞോണ്ടല്ലോ. എന്റെ ദേഹത്തോട്ടല്ലോ നീ. കൈ കൊണ്ടാടി സംസാരിക്കാം, കൈ കൊണ്ടാ സംസാരിക്കും. കൊരങ്ങൻ കൊരങ്ങനാ? കൊരങ്ങൻ കൊരങ്ങൻ നിന്റെ അച്ഛൻ. എന്റെ അച്ഛനെ പറഞ്ഞിട്ടല്ല. എന്താ ചിരിക്കണ? നീ ചിരിക്കാ മക്കളെ. അല്ല നീ ചിരി. ആ പിന്നെ ശരിയാക്കി തരാമേ. ശരിയാക്കി തരാം, എല്ലാവർക്കും ശരിയാക്കി തരാം. മാമ മാമ പക്ഷെ ദേഷ്യത്തിലാ പോയത്. ഇന്നെന്തായാലും അമ്മ വിളിക്കണം. അളിയാ ഇവിടെ ചെല്ലപ്പിള്ള എവിടെ? അവളിവിടെയെങ്കിലും കാണും. ആ ഇവിടെ നിന്ന് കുറച്ച് പോരൊക്കെ കാണിച്ച് കൊച്ചിന്റെ കൈയൊക്കെ പിടിച്ച് തിരിച്ച് ഞാൻ 2 അടി കൊടുത്ത് പറഞ്ഞു വിട്ട്. ഇവിടെ നിന്ന് ഇറങ്ങി പണങ്ങി പോണുണ്ട്. ചിലപ്പോ വല്ല വെട്ടുകത്തിയായിട്ടൊക്കെ ഇറങ്ങി വരും. ഇറങ്ങി പോണണ്ട. ഓ ഇവിടെ നിന്ന് ഇറങ്ങി പോയി. നീ എന്തിനാണ് അവളെ തല്ലിയത്? ഞാൻ തല്ലിയല്ല, കൊച്ചിനെ കൈ പിടിച്ച് തിരിച്ചു അവള്. ഞാൻ പിടിച്ച് തള്ളി, അത്രേ ഉള്ളൂ. തള്ളി കളി പ്രായം. പോടാ ഡേ. നീ ആ മിന്നുനെ കണ്ടാ? ഞാൻ കണ്ടൊന്നുമില്ല. കണ്ടില്ലേ? ഇല്ല. എന്ത് പുറത്തെങ്ങനെ പോയി? മക്കളെ മിന്നു ചേച്ചി പുറത്ത് അങ്ങനെ നിൽക്കണടാ? ഇല്ല. അവിടെ ഇല്ല. ആ അവിടെ എങ്ങനെ കാണും? എവിടെ പോകാൻ വേണ്ടിട്ട് പോയി നോക്കണേ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും നോക്കാം. പിന്നെ അയ്യോ അപ്പച്ചി ചെല്ലല്ലോ. അപ്പച്ചി അപ്പച്ചി അടുക്കള ഭാഗത്തൊന്നുമില്ല, പുറത്തുമില്ല. അവിടെ ഒന്നുമില്ല. അയ്യ കൂളായിട്ട് ഇരിക്കണുണ്ടാവായി. പിന്നെ ഞാൻ പോയി നോക്കാം. പിന്നെ ഇറങ്ങി പോയവര് പോയതുപോലെ തിരിച്ചു വരും. അച്ഛാ അതാണ് ടേബിൾ, അച്ഛന്റെ ടേബിളിൽ നിന്ന് കിട്ടിയതാ. വല്യണ്ണ ഞാൻ പോണ്. ഇനി ആരും എന്നെ കാണില്ല. എന്നെ അടിച്ച ദുഷ്ടൻ സന്തോഷത്തോടെ ജീവിക്കട്ടെ. പോയി അവള് പോയി. നീ ആ വനജാ കുജമ്മയുടെ എന്തോന്ന് പറയും? ഞാൻ എന്ത് സമാധാനം പറയൂടി? അമ്മാ തലറങ്ങണ്. പോടാ, കുറച്ച് വെള്ളം ഇട്. വെള്ളം ചാട ചൂട് പോടുന്നു.